ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നു നീയൻ വാത്തിങ്കളാ നിറവാർന്നൊരുൾ പൂവിൻ്റെ ഇതൾ തോറും നത്തമാടും എന്നലായി വെണ്ണിലാവാ ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നു നീ വാത്തിങ്കളാ ഏതോ മൺവീണ തേടി നിൻരാഗം താരകങ്ങളെ നിങ്ങൾ സാക്ഷിയാ ഒരു മുത്തു ചാത്തി ഞാൻ എന്നാത്മാവിൽ ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നു നീയൻ വാത്തിങ്കളാ പാടി കാടും പൂച്ചൂടി ചൈത്രകമ്പളം നീട്ടി മുന്നിലാ എതിരേൽപ്പു നിന്നെ ഞാൻ എന്നാത്മാവിൽ ശരറാന്തൽ പൊന്നും പൂ വാരിത്തൂവും ഒരു രാവിൽ വന്നു നീയൻ വാത്തിങ്കളാ നിറവാർന്നൊരുൾ പൂവിൻ്റെ ഇതൾ തോറും നത്തമാടും എന്നലായി വെണ്ണിലാവാ ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നു നീ വാത്തിങ്കളാ സാറേ സാറ് ലക്ഷ്മീപുരം കൊട്ടാരത്തിലെ ബന്ധുക്കളിൽപ്പെട്ടവരാരെങ്കിലും ആണോ? അല്ല, അങ്ങനാണെങ്കിൽ അവർ കാർ അയക്കേണ്ടതാണല്ലോ. അതെ, അല്ല, ഞാൻ അവിടെ ഒരു ഇന്റർവ്യൂവിന് പോവാ. പാട്ടുവാദ്യർ, ആസ്ഥാന സംഗീത വിദ്വാൻ എന്ന് പറയും. താനെന്താണോ ഈ കാര്യം നേരത്തെ പറയായിരുന്നത്? എന്താ പ്രശ്നം? എടോ, മേലാൽ അങ്ങോട്ട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് പോകുന്ന ഫാദർമാരെ ഒറ്റ ഒരുത്തനെ എന്റെ ഈ വണ്ടിയെ കയറ്റിയാലെന്ന് പറഞ്ഞ കോലൊടിച്ചിട്ടതാ. എന്താ അവരാരും കാശ് തരികയല്ലേ? കാശ് തന്നാലും പെടലി അടിച്ച് ഞാൻ ഓടിക്കും, അത് വേറെ. എടോ, ഒരു 25 ഭാഗവതന്മാരെ എന്റെ ഈ വണ്ടിയെ ഞാൻ കയറ്റിയിട്ടുണ്ട്. ഓ 25. ആ 25 പേരും കരഞ്ഞോണ്ട് തിരിച്ചു പോയിട്ടുണ്ട്. അതെന്തോത്തിനാ? ജോലി കിട്ടാനിട്ടാ. എടോ, കൊട്ടാരത്തിലുള്ളവർക്ക് പിടിക്കത്തില്ലടോ. പിന്നെ അതുങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്ന് കരഞ്ഞോണ്ട് ഒരു നിപ്പുണ്ട്. ഓ, സത്യം പറഞ്ഞ ചങ്ക് തകർന്നു. എന്റെ കാര്യത്തിൽ ഏതായാലും ആശാൻ വിഷമിക്കണ്ട. ഞാൻ അങ്ങനെ ചുളുവി മടങ്ങിപ്പോൻ വന്നവനൊന്നും അല്ല. വന്ന കാര്യം സാധിച്ചിട്ടേ ഞാൻ മടങ്ങി പോകത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്. എടോ, കൊട്ടാരത്തിൽ ഒരു റിസീവർ ഉണ്ട്. അയാൾ ആളൊരു മോഷണനാ. ഒരുവിധപ്പെട്ട ഭാഗവതന്മാരെ ഒന്നും അയാൾക്ക് പിടിക്കത്തില്ല. റിസീവർ? ആ, ഇതെന്താ ടെലിഫോൺ ഓഫീസാ?
അയ്യോ, എവിടുന്നുണ്ട്? ഹൈ, ഹൈ, ഹൈ. ഇളിക്കാതെ കാര്യം പറ. എന്താ അവിടുത്തെ പ്രശ്നം? എടോ, തമ്പുരാനും തമ്പുരാട്ടിയും മരിക്കുമ്പോ ലക്ഷ്മി തമ്പുരാട്ടിക്ക് 1.5 വയസ്സാണ്. അടുത്ത ബന്ധുക്കളെ ഒന്നും തമ്പുരാന് വിശ്വാസമില്ലായിരുന്നത് കൊണ്ട് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ തമ്പുരാൻ ബിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്തു തുടങ്ങി. ഓഹോ. എന്തെങ്കിലും കാരണവശാൽ തമ്പുരാനും തമ്പുരാട്ടിക്കും അപകടം സംഭവിച്ചാൽ ലക്ഷ്മി തമ്പുരാട്ടിയെ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ വളർത്തണമെന്നാ എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ ആപ്പീസറാ ഈ റിസീവർ. അത് പറ. കുട്ടിയുടെ ജീവനും ഭീഷണി ഉള്ളത് കൊണ്ട് വിദ്യാഭ്യാസം പോലും വീട്ടിനുള്ളിൽ വെച്ച പ്രായപൂർത്തിയാവാതെ കൊട്ടാരത്തിന് പുറത്തു പോലും അയക്കരുതെന്നാ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പഠിത്തമെല്ലാം കൊട്ടാരത്തിന് അകത്ത് വെച്ച് തന്നെ. അതിനവിടെ ഇംഗ്ലീഷ് വാദ്യാര്, ഡാൻസ് വാദ്യാര് ഒക്കെ ഉണ്ട്. ഹൈ, തന്റെ ഈ പാട്ട് മതിപ്പെടും. അതല്ല ആശാനെ, ഇതൊരുമാതിരി വിക്രമാദിത്യ കഥയിലെ വേതാളം പറഞ്ഞ പോലെ ഉണ്ടല്ലോ. രാജകുമാരിയെ പൂട്ടിയിട്ട് വളർത്തുക, 18 വയസ്സാവുമ്പോ തുറന്നു വിടുക. ഇതെന്താ ആശാനെ, 20-ാം നൂറ്റാണ്ടല്ലേ? കൊന്നുകളഞ്ഞതല്ലടോ തമ്പുരാനെ തമ്പുരാട്ടിയെ. ഓ, താവഴിപ്പെട്ട ഏതോ ഒരുത്തൻ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞല്ലേ. അവനാര്? ഏതോ ഒരുത്തൻ. അവനെ അവസാനം തൂക്കി കൊന്നു. എന്താ ഇപ്പോഴങ്ങോട്ട് പോകണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. അല്ല ആശാനെ, ഈ തമ്പുരാട്ടിയെ കണ്ടാരെങ്ങനെ ഇരിക്കും? ഞാൻ കണ്ടിട്ടില്ല. സുന്ദരിയായിരിക്കണം. അതുകൊണ്ടാണല്ലോ മറ്റേ ഭാഗവതരുടെ ജോലി പോയത്. എന്താ? ആ പാവം ഭാഗവതര തമ്പുരാട്ടിയെ ഒന്ന് ഞോണ്ടി റിസീവർ അവനെ ചവിട്ടി കുഴച്ചമച്ച പതപ്പ് കലക്കി. ഓഹോ, അപ്പൊ തമ്പുരാട്ടി അതിനൊന്നും സമ്മതിക്കുന്ന കൂട്ടത്തിലല്ലേ? നിന്റെ ഗവിയാണോ ഗവി? നീ മരുന്നും കാലേ പോക്ക. ഇവിടെ ഇറങ്ങിക്കോ. ഇനി അങ്ങോട്ട് നമ്മുടെ കുതിരവണ്ടി പ്രവേശനമില്ല. എത്ര കൂലി? 8 രൂപ. യോ, ചില്ലറ ഇല്ലല്ലോ. പേഴ്സിലുണ്ടോ നോക്കാം. വേണ്ട ഏട്ടാ, പേഴ്സ് എടുക്കണ്ട. വേണ്ട, ആരുടെ ഓശാരം ഒന്നും വേണ്ട. അയ്യോ ചേട്ടാ, ഇത് ഓശാരമല്ല. ഓശാരമല്ല, എന്റെ സ്നേഹം കൊണ്ടല്ലേ. കൊച്ചു കള്ളൻ. ആരടാ ഇവൻ? ആതിരവരവായി പൊന്നാതിരവരവായി നിളയുടെ പുളിനവും ഇന്നാലോലം അഴകൊടു കമലദളം നീട്ടുന്നു മംഗല്യഹാരം ദേവിക്കു ചാത്താൻ മഞ്ജുസ്വരങ്ങൾ കോർത്തൊരു ഹാരം ശ്രീരാഗമാ ആതിരവരവായി പൊന്നാതിരവരവായി നിളയുടെ പുളിനവും ഇന്നാലോലം അഴകൊടു കമലദളം നീട്ടുന്നു കാലിൽ കാഞ്ചന കാഞ്ചിലമ്പും മറുകാലിൽ കരിനാഗക്കാൽ താളവും ഒരു കാലിൽ കാഞ്ചന കാഞ്ചിലമ്പും മറുകാലിൽ കരിനാഗക്കാൽ താളവും ഉളകം തുടികൊട്ടുന്നുവോ തിരകൾ നടമാടുന്നു കനലോ നിലാവോ ഉതിരുന്നുലകാകെ ആതിരവരവായി പൊന്നാതിരവരവായി നിളയുടെ പുളിനവും ഇന്നാലോലം അഴകൊടു കമലദളം നീട്ടുന്നു
കാന്തിയണിയേ പാർത്തലമാകെ ഇതാ ശിവശക്തി താണ്ഡവം ധിരനധീന്ദനന ധിരനധീന്ദനന ധിം 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 തനനധീം ധിരനധീം ധിരനനധീം നിളയുടെ പുളിനവും ഇന്നാലോലം അഴകൊടു കമലദളം നീട്ടുന്നു. ഈ സ്വപ്നം കാണലൊക്കെ ഒരു 3 മാസം കഴിഞ്ഞു മതി. മേജറാവട്ടെ. ഓ അല്ലേ, ഇപ്പൊ സർക്കാർ കണക്കിലാണോ സ്വപ്നം കാണാൻ പറ്റുന്നേ? അത് 10-15 വയസ്സിലേ കണ്ടു തുടങ്ങും അല്ലേ? ഒന്ന് പോ ജാനമ്മേ. ആ വിഷ്ണു കൊള്ളാം അല്ലേ? അല്ല, വിഷ്ണുവിന്റെ പാട്ട്. ഓ എവിടെ, അവന്റെ വയറ്റിപ്പഴപ്പിന് കൊള്ളാം. അവന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലേ കുഞ്ഞെ. ഈ ജാനുമ്മയ്ക്ക് വിഷ്ണുവിനോട് അസൂയ. അതെ, കുഞ്ഞ് നല്ല ആമ്പിളയുടെ പാട്ട് കേൾക്കാഞ്ഞിട്ടാ. എനിക്ക് വേറെ ആരുടെയും പാട്ട് കേൾക്കണ്ട, വിഷ്ണുവിന്റെ പാട്ട് കേട്ടാ മതി. അങ്ങനെ 1ാം റൗണ്ടും സക്സസ്.